പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ ഇന്നലെയും ഇന്നും വിശുദ്ധ കുർബാന ചൊല്ലി. ഈ 2 ദിവസവും കുർബാന കൊടുക്കുന്നതിനിടെ പീലാസായിൽ നിന്നും വിശുദ്ധ കുർബാന താഴെ വീണു. അതിനെ വിമർശിച്ചും പരിഹസിച്ചും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പലരും ഉറഞ്ഞുതുള്ളി. വിശുദ്ധ കുർബാന അബദ്ധവശാൽ താഴെ വീണാൽ പുരോഹിതൻ മുട്ടുകുത്തി തറയിൽ നിന്ന് നാവുകൊണ്ട് അതെടുക്കും. മറ്റുള്ളവർ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കും. വീണ സ്ഥലം ശുദ്ധീകരിക്കും. അവിടം ശുദ്ധീകരിക്കുന്ന ജലം പോലും ആരും ചവിട്ടുവാൻ ഇടയാക്കുകയില്ലെന്ന് ഉറപ്പുവരുത്തും. വിശുദ്ധ കുർബാന വീണ സ്ഥലം ആരും ചവിട്ടാതെ ഏറെ സമയം സംരക്ഷിക്കും. അതാണ് കീഴ്വഴക്കം. അസാധാരണമായി ഇങ്ങനെ സംഭവിച്ചാൽ ആ പുരോഹിതനുണ്ടാകുന്ന മനോവിഷമം വളരെ വലുതാണ്. കൂദാശകളുടെ മകുടം എന്നറിയപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ മർമ്മം അതറിയാവുന്ന പുരോഹിതർ താമസിയാതെ എന്തോ സംഭവിക്കും എന്നതിന്റെ സൂചനയായി ഇതിനെ കണ്ടിരുന്നുവെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതോട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് ഒരിക്കൽ ഒരു വിവാഹ കൂദാശയിൽ മോതിരം വാഴുവ ശുശ്രൂഷയ്ക്കിടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ കയ്യിൽ നിന്നും വിവാഹ മോതിരം താഴെ വീണ സംഭവം. വിവാഹിതരാകുന്ന വരനും വധുവും അല്പം വിഷമത്തോടെ നിന്നപ്പോൾ ആ പരിശുദ്ധ പിതാവ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് ദോഷത്തിനല്ല, മറിച്ച് ബലഹീനനായ നമുക്ക് ഇനി ഒരു വിവാഹ കൂദാശയ്ക്ക് സംബന്ധിക്കുവാൻ സാധിക്കില്ലെന്നുള്ള അടയാളമാണെന്ന്. പരിശുദ്ധ പിതാവ് അന്ന് സൂചിപ്പിച്ചതുപോലെ പിന്നീട് ഒരു വിവാഹ കൂദാശയിലും അദ്ദേഹത്തിന് കാർമ്മികത്വം വഹിക്കേണ്ടതായി വന്നില്ല. ഇവിടെ പ്രത്യേകം ഓർമ്മിക്കേണ്ടുന്ന വസ്തുത, വിശുദ്ധ കുർബാന കൊടുക്കുന്നവരും അനുഭവിക്കുന്നവരും അതീവ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും അതിലേറെ ഭക്തിയോടും കൂടെ ആയിരിക്കണം വിശുദ്ധ കുർബാനയെ സമീപിക്കേണ്ടത്, അനുഭവിക്കേണ്ടത്. പണ്ടൊക്കെ പ്രായമായ മാതാപിതാക്കൾ വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ സംസാരിക്കുക പോലും ചെയ്തിരുന്നില്ല. സംസാരത്തിനിടെ വായിലെ ഉമിനീർ കണികളിലൂടെ പോലും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ അംശം പുറത്തേക്ക് പോകരുതെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. ഇക്കാര്യത്തിൽ വിശുദ്ധ കുർബാന കൊടുക്കുന്ന കാർമ്മികനെ കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല. കാരണം എന്തോ വലിയ അപകടം സംഭവിക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. അത് ദൈവം നൽകുന്ന സൂചനയാണ്. ഇന്നലെ രാവിലത്തെ മലയക്കുരിശ് ദേറായിലെ വിശുദ്ധ കുർബാനയ്ക്കിടെയായിരുന്നു സംഭവ ബഹുലമായ ആ പ്രഖ്യാപനം നടത്തിയത്. ഗ്രിഗോറിയസ് തിരുമേനി സഭയെ നയിക്കുമെന്ന്, ശ്രേഷ്ഠ കാതോലിക്ക ആക്കുമെന്നും പ്രഖ്യാപിച്ചു. പറഞ്ഞ് നാവെടുത്തില്ല. വിശുദ്ധ കുർബാന കൊടുത്തപ്പോൾ താഴെ വീണു. മാത്രമല്ല, ഇന്റലിജൻസ് റിപ്പോർട്ടും നിയമവിദഗ്ധരുടെ ഉപദേശവും പിന്നാലെ വന്നു. എത്രയും വേഗം മടങ്ങിപ്പോയിക്കോളാൻ, വാഴിപ്പ് നടത്തരുതെന്ന്. വീണ്ടും ഇന്നത്തെ കുർബാനയിലും കുർബാന കൊടുത്തപ്പോൾ താഴെ വീണു. പറഞ്ഞത് പിൻവലിക്കാത്തത് കൊണ്ടാണ് ഇന്ന് സംഭവിച്ചത്. ഇനിയും സമയമുണ്ട്, നാളെ പോകുന്നത് വരെ. ഏതായാലും ഭയം വേണ്ട, ജാഗ്രത മതി. പിണറായിയും പറയുന്നത് അതാണ്, ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന്.